നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാളും നല്ലതാണ് എന്ന എൻ്റെ 10 തെളിവുകളാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഞാൻ അരുൺ ആൻഡ് വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് പിശുക്കൻ. നമ്മൾ മലയാളികളോട് സുഖമാണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? കുഴപ്പമില്ല. അതേപോലെ നമ്മളൊരു ധനസ്ഥിതി ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? കുഴപ്പമില്ല, ഇങ്ങനെ തട്ടിമുട്ടി പോകുന്നു എന്ന് പറയും. അതിപ്പോൾ നിങ്ങൾക്ക് വരുമാനം കുറവുള്ളപ്പോൾ ചോദിച്ചാലും നിങ്ങൾക്കിനി കുറേ വരുമാനമുള്ളപ്പോൾ ചോദിച്ചാലും നമ്മുടെ മറുപടി ഇത് തന്നെയായിരിക്കും. ഇനി നമ്മൾ മാത്രമല്ല, നാട്ടിലെ ഏറ്റവും വലിയ പണക്കാരനോട് ചോദിച്ചു നോക്കിയേ, അയാളും പറയും കുഴപ്പമില്ല, തട്ടിമുട്ടി പോകാനുള്ളതൊക്കെ കിട്ടുന്നുണ്ടെന്ന് പറയും. ഇത് നമ്മുടെ ഒരു ശീലമാണ്. എല്ലാ കാലത്തും നമ്മളോട് നമ്മുടെ ധനസ്ഥിതി, നമ്മുടെ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളപ്പോൾ അപ്പുറത്ത് നമ്മളെക്കാളും നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരുത്തന്നെ നോക്കിയിട്ട് സങ്കടപ്പെട്ടിരിക്കുകയായിരിക്കും. അപ്പോൾ നമ്മൾ പറയും എൻ്റെ കാര്യം കുഴപ്പമില്ല, ഇങ്ങനെ തട്ടിമുട്ടി പോകുന്നു. പക്ഷെ അതുപോലെ ആയിട്ടില്ലല്ലോ, അതായത് നമ്മളിപ്പോഴും നന്നായിട്ടില്ല എന്നാണ് നമ്മൾ കരുതുന്നത്. പക്ഷെ ഞാനൊരു സത്യം പറയാം, ഞെട്ടരുത്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ നിങ്ങളൊരു പാവപ്പെട്ടവനല്ല, നിങ്ങൾ ശരിക്കും റിച്ചാണ്. ആദ്യം തന്നെ നമ്മളൊരു സ്ഥിരം പല്ലവി പറയാം. ശമ്പളമൊക്കെ കിട്ടും, പക്ഷേ ശമ്പളം കിട്ടി 1-2 ദിവസത്തിൻ്റെ ഉള്ളിൽ കുറേ EMI ഉണ്ട്. ആ EMI അടച്ച് ആ കാശ് മൊത്തം പോവും. പിന്നെ ബാക്കി പൈസ വെച്ചിട്ട് ഒപ്പിക്കണം. അപ്പോൾ ശമ്പളം മുഴുവൻ എടുത്ത് ചിലവാക്കാൻ പറ്റുന്നില്ല. ഈ കാശൊക്കെ EMI അടയ്ക്കാനായിട്ട് ഉപയോഗിക്കണം. അപ്പോൾ നമ്മൾ പല ലോണുകൾ എടുത്തിട്ടാണ് നമ്മുടെ ജീവിതത്തിലെ പല കാര്യങ്ങളും നടത്തുന്നത്. ആ ലോണിൻ്റെ EMI ആണ് നമ്മൾ അടയ്ക്കുന്നത്. അത് നമ്മൾ ഭയങ്കര കഷ്ടപ്പെട്ട് നമ്മളൊരു സങ്കടം പോലെയാണ് പറയുന്നത്. പക്ഷേ ഞാൻ പറയാം സുഹൃത്തെ, നിങ്ങൾ ശരിക്കും റിച്ചാണ്. നിങ്ങൾ റിച്ച് ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് EMI കൃത്യ ദിവസം അടയ്ക്കാൻ പറ്റുന്നത്. അങ്ങനെ EMI കൃത്യ ദിവസം അടയ്ക്കാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോഴാണ് നമുക്ക് നമ്മുടെ വില അറിയുന്നത്. നമ്മളിത് സ്ഥിരം ചെയ്യുന്നതുകൊണ്ട് നമുക്കൊരു വിലയില്ല. പക്ഷേ നിങ്ങൾ ശരിക്കും എല്ലാ മാസവും കൃത്യ ദിവസം EMI അടയ്ക്കുന്നുണ്ടെങ്കിൽ, അതായത് ആ EMI അടയ്ക്കാനുള്ള വരുമാനം നിങ്ങൾക്ക് ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നിങ്ങളൊരു പാവപ്പെട്ടവനല്ല, നിങ്ങൾ പണക്കാരനാണ്. നിങ്ങളുടെ EMI അടയ്ക്കാനുള്ള പണം നിങ്ങളുടെ കയ്യിലുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി നിങ്ങൾ കരുതുന്നതിനേക്കാളും നല്ലതാണ്. ഇനി അടുത്ത ലക്ഷണം, ഇതും നമ്മളൊരു സ്ഥിരം ഡയലോഗാണ്. ഒരു മാസം ശമ്പളം കിട്ടും, പിന്നെ അങ്ങോട്ട് ചിലവുകളാണ്. പിന്നെ മാസാവസാനം ആകുമ്പോഴേക്കും അതെല്ലാം തീരും. പിന്നെ അടുത്ത ശമ്പളം കിട്ടും, അത് വെച്ച് ഇങ്ങനെ ചിലവ് മുന്നോട്ട് പോകും. മാസാവസാനവും പൊട്ടും. ഈ സൈക്കിൾ തന്നെ റിപ്പീറ്റ്, ഒരു മാറ്റമില്ല. ഇതും നമ്മളൊരു സങ്കടമായിട്ടാണ് പറയാം. പക്ഷേ ഞാൻ വീണ്ടും പറയുന്നു, ഇതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങളുടെ ഒരു മാസത്തെ ശമ്പളം വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു മാസത്തെ ചിലവ് നടത്താൻ പറ്റുന്നുണ്ട്. അതിനർത്ഥം നിങ്ങൾ സാമ്പത്തികമായിട്ട് നല്ല രീതിയിലാണെന്നാണ്. കാരണം ഇതിന് പറ്റാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അവരുടെ ഒരു മാസത്തെ വരുമാനം വെച്ച് അവരുടെ ഒരു മാസത്തെ ചിലവിന് തികയുന്നില്ല. നമുക്കത് തികയുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾ സാമ്പത്തികമായിട്ട് നല്ല നിലയിലാണെന്നാണ്. ഇനി അടുത്ത ഒരു തെളിവ്, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ടോ? വലിയ ഷെയർ ട്രേഡിങ്ങോ മ്യൂച്വൽ ഫണ്ടോ ഒന്നും വേണ്ട. നിങ്ങൾക്കൊരു ചിട്ടി ഉണ്ടോ? അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസിലൊരു RD ഉണ്ടോ? അല്ലെങ്കിൽ ബാങ്കിലെങ്കിലും ഒരു RD ഉണ്ടോ? എങ്കിൽ നിങ്ങൾ രാജാവാണ്. നിങ്ങൾ പാവപ്പെട്ടവനോ പണക്കാരനോ എന്ന് പറയില്ല, ഞാൻ പറയും നിങ്ങൾ രാജാവാണ്. കാരണം നിങ്ങൾ പണപ്പെരുപ്പത്തിന് ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ പണത്തിൻ്റെ മൂല്യം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അത് ചെറിയൊരു കാര്യമല്ല. നമ്മൾ നമ്മുടെ കയ്യിലുള്ള പണം മാറ്റി വെച്ച് കഴിഞ്ഞാൽ പണപ്പെരുപ്പം കാരണം ഈ പണത്തിൻ്റെ മൂല്യം കുറയും. പക്ഷേ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിലോ അതിൽ നിന്ന് റിട്ടേൺസ് കിട്ടും. അപ്പോൾ ഈ പണപ്പെരുപ്പത്തിനെ നമുക്ക് തോൽപ്പിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ സാമ്പത്തികമായിട്ട് വളരെ നല്ല രീതിയിലാണ്. നിങ്ങൾ പണക്കാരനാണ്, നിങ്ങളുടെ റൂട്ട് ക്ലിയർ ആണ്. നിങ്ങൾ ഈ ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ തുറന്നു പോയി കഴിഞ്ഞാൽ നിങ്ങൾ സാമ്പത്തികമായിട്ട് നല്ല നിലയിൽ തന്നെ എത്തും. അപ്പോൾ തുടക്കത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ കുറച്ച് പൈസ മാറ്റി വയ്ക്കേണ്ടി വരുന്നതിൻ്റെ ചെറിയൊരു സ്ട്രഗിൾ ഉണ്ടാവും. പക്ഷേ ഭാവിയിൽ നമ്മുടെ ആവശ്യങ്ങൾക്കൊക്കെ നമ്മുടെ കയ്യിൽ പണം ഉണ്ടാവും. അങ്ങനെ ആവശ്യങ്ങൾക്ക് പണം ഉണ്ടെങ്കിൽ നമ്മൾ ആരായി? നമ്മൾ പണക്കാരനായി. ഇനി ഇൻവെസ്റ്റ്മെൻറ്റ് പോട്ടെ, നിങ്ങളുടെ കയ്യിൽ സേവിങ്സ് ഉണ്ടോ? അതായത് നിങ്ങളുടെ കയ്യിൽ ഒരു എമർജൻസി ഫണ്ട് ഉണ്ട്. അതായത് പെട്ടെന്നൊരു ആവശ്യം വന്നാൽ എടുത്ത് ചിലവാക്കാൻ നിങ്ങളുടെ അക്കൗണ്ടിൽ കുറച്ച് പൈസ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പണക്കാരനാണ്. നിങ്ങളുടെ കൂട്ടുകാരോട് ചോദിച്ചോ, നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്നവരോട് ചോദിച്ചോ, പെട്ടെന്ന് ഒരു 10,000 രൂപ 20,000 രൂപ എടുക്കാൻ ചോദിച്ചാൽ പലരുടെ കയ്യിലും ഉണ്ടാവില്ല. ചിലപ്പോൾ നിങ്ങളെക്കാളും ശമ്പളം വാങ്ങുന്ന ആളായിരിക്കും. പക്ഷേ നിങ്ങളുടെ കയ്യിൽ പെട്ടെന്ന് ചോദിച്ചാൽ ഒരു 10,000 20,000 എടുക്കാനുണ്ട്. ഇനി ഒരു എമർജൻസി ഫണ്ടിന് തുല്യമായ തുകയൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ട്. അതായത് കുറച്ചുകൂടെ വലിയൊരു ചിലവ്, ഒരു 2-3 മാസം വരുമാനം ഇല്ലെങ്കിലും ജീവിക്കാൻ പറ്റാവുന്ന അത്രയും തുക നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ വളരെ റിച്ചാണ്, നിങ്ങൾ സേഫാണ്. കാരണം നമ്മൾ സാമ്പത്തികമായിട്ട് നമ്മൾ വരുമാനം ഇല്ലെങ്കിലും ജീവിക്കാൻ പറ്റുന്നൊരു നിലയിലാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? നമ്മൾ പണക്കാരനാണെന്നല്ലേ. നിങ്ങളുടെ കയ്യിൽ കുറച്ച് ബാങ്ക് ബാലൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നൊരു സമാധാനം ഉണ്ടല്ലോ. നമുക്ക് എന്തെങ്കിലും അഡീഷണൽ ചിലവ് വന്നു, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരു ട്രിപ്പ് പോകാൻ തോന്നി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം നമുക്ക് സന്തോഷം തരുന്ന എന്തെങ്കിലും വാങ്ങാൻ തോന്നി, നമ്മുടെ കയ്യിൽ അഡീഷണൽ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് ആ പണം എടുത്ത് ചിലവാക്കാൻ പറ്റും. ഇല്ലെങ്കിൽ നമ്മൾ ഈ ശമ്പളത്തിൽ നിന്ന് തന്നെ അതിനുള്ള വകുപ്പ് കാണേണ്ടി വരും. അത് നമ്മുടെ കയ്യിൽ ഇല്ല. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും തരത്തിൽ സേവിങ്സ് ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ സാമ്പത്തികമായി മെച്ചപ്പെട്ടു. അതൊരു എമർജൻസി ഫണ്ട് പോലത്തെ ഒരു അത്രയും വലിയൊരു എമൗണ്ട്, വലുത് എന്ന് പറഞ്ഞാൽ
വരുമാനമില്ലെങ്കിലും 3 മാസം ജീവിക്കാൻ പറ്റിയൊരു തുക നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ പണക്കാരനാണ്. ഇനി അടുത്ത കാര്യം, നിങ്ങൾക്ക് ഇൻഷുറൻസ് ഉണ്ടോ? അതായത് നിങ്ങൾക്കൊരു ഹെൽത്ത് ഇൻഷുറൻസോ ടേം ഇൻഷുറൻസോ ഉണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ മറ്റുള്ള ആൾക്കാരായിട്ട് നിങ്ങൾക്കൊരു വ്യത്യാസം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് പണത്തിനൊരു ആവശ്യം വരുന്ന സമയത്ത് നിങ്ങൾക്ക് ആ കാശ് കടം വാങ്ങേണ്ടി വരില്ല. കാരണം ഈ ഇൻഷുറൻസ് വെച്ചിട്ട് ആ ഒരു ചിലവ് നടന്നു പോകും. അപ്പോൾ അതിനർത്ഥം എന്താ? നമ്മുടെ ഒരു ആവശ്യത്തിന് വേണ്ടി നമ്മുടെ കയ്യിൽ പണം ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മൾ സാമ്പത്തികമായിട്ട് അത്തരം ഒരു സിറ്റുവേഷൻ വന്നാലും നമ്മൾ പെട്ടുപോകില്ല. സോ നിങ്ങൾക്ക് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ സേഫാണ്. നിങ്ങൾ സാമ്പത്തികമായിട്ടും മറ്റുള്ളവരെക്കാളും മെച്ചമാണ്. അപ്പോൾ നിങ്ങൾക്കൊരു ടേം ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ അഭാവത്തിലും നിങ്ങളുടെ ഫാമിലിക്ക് സാമ്പത്തിക പ്രശ്നങ്ങളില്ല. അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തുക അവരുടെ ഉണ്ടാവും. അതേപോലെ നിങ്ങൾക്കൊരു ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടെങ്കിലും നിങ്ങൾക്കൊരു ഹെൽത്ത് റിലേറ്റഡ് ചിലവ് വരുന്ന സമയത്ത് ഈ ഹെൽത്ത് ഇൻഷുറൻസ് വെച്ചിട്ട് ആ പണം അടയ്ക്കാൻ പറ്റും. ആ പണം നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഇല്ല, പക്ഷേ നമ്മുടെ ആ ചിലവിനനുസരിച്ചുള്ള പണം ഈ ഇൻഷുറൻസിൽ നിന്ന് കിട്ടും. സോ അതിനർത്ഥം എന്താ? നമ്മുടെ ആവശ്യത്തിന് നമ്മുടെ കയ്യിൽ പണമുണ്ട്. അതിനുള്ള കാര്യം നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു ആവശ്യം വരുമ്പോൾ ആ പണം വരും. സോ അത് നിങ്ങളുടെ സാമ്പത്തിക നില തന്നെയാണ് കാണിക്കുന്നത്. നിങ്ങൾ സാമ്പത്തികമായിട്ട് നല്ല നിലയിൽ തന്നെയാണെന്നാണ് അതിൻ്റെ അർത്ഥം. ചില സമയത്തൊക്കെ നമ്മൾക്ക് ഈ ഒരു പണത്തിൻ്റെ കാര്യം ആലോചിച്ച് ടെൻഷൻ വന്നിട്ട് നമ്മുടെ ഉറക്കം പോകും. പക്ഷേ നാളെ ഇത്രയും കാശ് വേണം, അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞ് ഇത്രയും കാശ് വേണം, ആ പൈസ എങ്ങനെ ഉണ്ടാക്കും എന്ന് ആലോചിച്ചിട്ട് ഇടയ്ക്ക് നമുക്ക് ടെൻഷൻ അടിച്ചിട്ട് നമ്മുടെ ഉറക്കം പോകാറുണ്ട്. പക്ഷേ ഇത് ഇടയ്ക്കേ ഉള്ളൂ എന്ന് വിചാരിക്കുക. വല്ലപ്പോഴും ആണ് ഇങ്ങനെ നമുക്ക് പൈസയുടെ ഒരു ആവശ്യം വരുന്നത്. അല്ലാത്തപ്പോഴൊക്കെ നമ്മുടെ ചിലവിനുള്ള പൈസയൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ശരിക്കും സാമ്പത്തികമായിട്ട് നല്ല രീതിയിലാണ് നിൽക്കുന്നത്. കാരണം അങ്ങനെ കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ട് എല്ലാ ദിവസവും സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. കാരണം അവരെ കടം ഒരു സൈഡിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അത് വീട്ടാൻ അവർക്കൊരു നിവൃത്തിയില്ല. അവർ വരുമാനം കൊണ്ട് ആ കടം വീട്ടാൻ പറ്റുന്നില്ല. അങ്ങനെ വരുമ്പോൾ ഉറക്കം പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ നമ്മൾ ആ സമയത്ത് നമുക്ക് അത്തരത്തിൽ നമ്മുടെ ഉറക്കം കളയുന്നില്ല. പണമില്ല എന്നൊരു കാര്യം, നിങ്ങളുടെ ഉറക്കം കളയുന്നില്ലെങ്കിൽ നിങ്ങളൊരു പണക്കാരനാണ്. ഇനി അടുത്ത് നമ്മൾ പണക്കാരനാണെന്നുള്ളതിൻ്റെ മറ്റൊരു തെളിവ്, നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മൾ ചെക്ക് ചെയ്യാൻ മറന്നു പോകുന്നൊരു കാര്യമാണിത്. നമുക്ക് വരുമാനമുണ്ട്, നമുക്ക് ചിലവുകളുണ്ട്. ഇപ്പം നമ്മളിതിങ്ങനെ കിട്ടുന്ന പണമൊക്കെ ചിലവാക്കി ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. പക്ഷെ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും നമ്മുടെ നെറ്റ് വർത്ത് ഒന്ന് ചെക്ക് ചെയ്യണം. അതെങ്ങനെ ചെക്ക് ചെയ്യും? നമ്മുടെ അസറ്റുകൾ, അതായത് നിങ്ങൾക്കൊരു വീടുണ്ട്, കാറുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോണുണ്ട്, ഇതിനൊക്കെ ഒരു മൂല്യം ഉണ്ടല്ലോ. അങ്ങനെ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളുടെയൊക്കെ ഒരു മൂല്യം കൂട്ടുക. അതാണ് നിങ്ങളുടെ അസറ്റ്. മൈനസ് നിങ്ങളുടെ ലയബിലിറ്റി, നിങ്ങളുടെ കടങ്ങൾ. നിങ്ങൾക്ക് എത്ര ലോണുണ്ട്, അല്ലെങ്കിൽ ആൾക്കാരിൽ നിന്ന് കടം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത്. അങ്ങനെ നമ്മൾ തിരിച്ചടയ്ക്കാനുള്ള തുകകൾ എത്രയാണോ അതാണ് നമ്മുടെ ലയബിലിറ്റി. ഈ അസറ്റിൽ നിന്ന് ലയബിലിറ്റി കുറച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ നെറ്റ് വർത്ത് കിട്ടും, നിങ്ങളുടെ ഇപ്പോഴത്തെ ആകെ മൂല്യം കിട്ടും. അപ്പോൾ ഇത് നിങ്ങൾ ഓരോ വർഷത്തിൻ്റെ അവസാനം വെറുതെ ചെക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഓരോ വർഷം കഴിയുമ്പോൾ ഇതിന് ഗ്രാജുവലായിട്ടൊരു മാറ്റം ഉണ്ടെങ്കിൽ, ഇതിങ്ങനെ കൂടി വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ സാമ്പത്തികമായിട്ട് നല്ല നിലയിലാണ്. അപ്പോൾ നമുക്ക് ചിലപ്പോൾ അടുത്ത വർഷം വരുമാനം കൂടിയിട്ടുണ്ടാവും. ഒരു വർഷം കൂടി നമ്മൾ ലോൺ അടച്ചു, അപ്പോൾ നമ്മുടെ ബാക്കി വരുന്ന കടം അത്രയും കുറഞ്ഞു. അതേപോലെ നമ്മളൊരു വീടുണ്ട്, നമുക്കൊരു ലാൻഡ് ഉണ്ട്, അതിൻ്റെ മൂല്യം കൂടിയിട്ടുണ്ടാവും. ഇതൊന്നും നമ്മൾ ചിന്തിക്കില്ല. അപ്പോൾ ഓരോ വർഷത്തിൻ്റെ അവസാനം നമ്മൾ ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് റേറ്റൊക്കെ വെച്ചിട്ട് നമ്മുടെ നെറ്റ് പുറത്തുനിന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയേ, നിങ്ങൾ വിചാരിക്കുന്നേക്കാൾ നിങ്ങൾ ചിലപ്പോൾ അത്ഭുതപ്പെട്ടു പോകും. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ഓക്കെ എൻ്റെ കയ്യിൽ ഇത്രയും കടം ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് ടെൻഷൻ അടിക്കുന്നുണ്ടാവും. പക്ഷേ നിങ്ങളുടെ നെറ്റ് പുറത്തെടുത്ത് നോക്കി കഴിഞ്ഞാൽ ഈ കടം വീട്ടാനുള്ള മൂല്യം അസറ്റ് നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും ഒരു കടക്കാരനാവില്ല. കാരണം നിങ്ങളുടെ കടത്തിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് മൂല്യമുണ്ട്. പിന്നെ നിങ്ങൾ എന്തിനാ ടെൻഷൻ അടിക്കണേ? അപ്പോൾ നെറ്റ് പുറത്ത് നിങ്ങൾ കൂട്ടി നോക്കുക. അത് ഓരോ വർഷവും പോസിറ്റീവായിട്ട് തന്നെ നിൽക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ നമ്മൾ പണക്കാരനാണ്. ഇനി അത് കൂടിക്കൂടി വരുന്നുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും പണക്കാരനാണ്. നമ്മൾ സാമ്പത്തികമായിട്ട് നല്ല രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. ഇനി നമ്മളുടെയൊക്കെ പ്രധാന പ്രശ്നം നമ്മുടെ കടങ്ങളാണ്. എനിക്ക് കുറേ ലോണുണ്ട്, എനിക്ക് കുറേ കടങ്ങളുണ്ട്, ഇതൊക്കെ എന്ത് ചെയ്യും? പക്ഷേ ഈ ലോണൊക്കെ നിങ്ങൾ അടയ്ക്കുന്നുണ്ടോ? നിങ്ങൾ കൃത്യമായിട്ട് അടയ്ക്കുന്നുണ്ട്. ഇനി നിങ്ങൾ നോക്കി, ഈ ലോൺ എപ്പോൾ തീരും? ഒരു 10 വർഷം കഴിഞ്ഞാൽ ഈ ലോണ് തീരും, അല്ലെങ്കിൽ ഒരു 15 വർഷം കഴിഞ്ഞാൽ ലോൺ തീരും. അപ്പോൾ ഈ 15 വർഷം കഴിയുമ്പോഴും നിങ്ങൾക്ക് അപ്പോഴും വരുമാനം ഉണ്ടായിരിക്കുമോ? നിങ്ങളുടെ ജോലി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇനി ഒരു 30 വർഷം കൂടെ സർവീസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു 20 വർഷം കൂടെ സർവീസ് ഉണ്ട്. പക്ഷേ നിങ്ങളുടെ ഈ ലോൺ ഒരു 15 വർഷത്തിൽ തീരും. അതിനർത്ഥം എന്താ? നിങ്ങൾക്ക് അടച്ചു തീർക്കാവുന്ന കടങ്ങളെ നിങ്ങൾക്കുള്ളൂ. അങ്ങനെ നിങ്ങൾക്ക് അടച്ചു തീർക്കാനുള്ള കടങ്ങളെ നിങ്ങൾക്കുള്ളൂ എങ്കിൽ അത് തന്നെ വലിയൊരു ആശ്വാസമാണ്. അത് നമ്മൾ ചിന്തിക്കില്ല. നമ്മളിങ്ങനെ ചിന്തിക്കുള്ളൂ, ഇനി 10 കൊല്ലം കൂടെ ലോൺ അടയ്ക്കണം, 15 കൊല്ലം കൂടെ ലോൺ അടയ്ക്കണം. പക്ഷെ അപ്പോഴും നമുക്ക് വരുമാനം ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് വരുമാനമുള്ള കാലം കൊണ്ട് നമ്മുടെ ഈ ലോണുകൾ തീരുമെങ്കിൽ, നമ്മുടെ കടങ്ങൾ തീരുമെങ്കിൽ അതിനർത്ഥം നിങ്ങൾക്ക് അടച്ചു തീർക്കാവുന്ന ബാധ്യതകളെ നിങ്ങൾക്കുള്ളൂ എന്നാണ്. അതിനർത്ഥം നിങ്ങളൊരു പാവപ്പെട്ടവനല്ല, നിങ്ങൾ പണക്കാരനാണ്.
ഇനി അടുത്ത ഒരു കാര്യം, അതായത് നിങ്ങൾക്കൊരു സ്ഥിര വരുമാനം ഉണ്ടെങ്കിൽ അത് തന്നെ വലിയ കാര്യമാണ്. ഇപ്പോൾ 10,000 എങ്കിൽ 10,000, 15,000 എങ്കിൽ 15,000 എല്ലാ മാസവും നിങ്ങൾക്ക് ആ ഒരു തുക ശമ്പളമായിട്ട് സ്ഥിരമായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ലൊരു സാമ്പത്തിക സ്ഥിതിയിലാണ്. കാരണം ഒരുപാട് പേർക്ക് അതില്ല. ഇന്ത്യയിൽ തന്നെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അസംഘടിത മേഖലകളാണ് തൊഴിലാളികൾ കൂടുതൽ. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ ചിലവുകളും കടങ്ങളും ലോണുകളും എല്ലാം ഉണ്ടായിക്കോട്ടെ, നിങ്ങൾക്കൊരു സ്ഥിര വരുമാനമുണ്ടോ എങ്കിൽ നിങ്ങൾ സാമ്പത്തികമായിട്ട് നല്ല നിലയിലാണ്. കാരണം ഈ സ്ഥിര വരുമാനമില്ലാതെ ഒരുപാട് പ്രശ്നങ്ങൾ, ഒരുപാട് സാമ്പത്തിക പ്രശ്നത്തിലുള്ള ആൾക്കാർ നമ്മുടെ ചുറ്റുമുണ്ട്. പക്ഷെ നമ്മൾ പലപ്പോഴും അങ്ങോട്ടൊന്നും നോക്കാനോ അവരെക്കാളും ബെറ്ററാണെന്ന് നമ്മളൊന്ന് ചിന്തിക്കാനോ മെനക്കെടാറില്ല. നമ്മളെപ്പോഴും നമ്മളെക്കാളും നന്നായിട്ട് ജീവിക്കുന്ന, നമ്മളെക്കാളും സാലറി വാങ്ങുന്ന ഒരാളെ നോക്കിയിട്ട് അസൂയപ്പെടാനോ സങ്കടപ്പെടാനോ ആണ് സമയം കണ്ടെത്തുന്നത്. പക്ഷേ നിങ്ങൾ ചുറ്റും നോക്കുക, അവിടെ സ്ഥിര വരുമാനമില്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ നമ്മൾ അങ്ങനെയല്ല. നമുക്ക് സ്ഥിരമായിട്ടൊരു വരുമാനം ഉണ്ടെങ്കിൽ നിങ്ങൾ സാമ്പത്തികമായിട്ട് നല്ല നിലയിൽ തന്നെയാണ്. ഇനി നിങ്ങൾ പണക്കാരനാണ് എന്നതിൻ്റെ അവസാനത്തെ തെളിവ്, നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വീടുണ്ടോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പണക്കാരനാണ്. ഇത് കേൾക്കുമ്പോൾ ചിലരെങ്കിലും വിചാരിക്കും, ഈ ഓണം കയറാൻ മൂലയിൽ എനിക്കൊരു പഴയ വീടുള്ളത് വെച്ചിട്ടാണോ ഞാൻ പണക്കാരനാവുന്നതെന്ന്. എൻ്റെ നാട്ടിൽ എത്രയോ വലിയ വലിയ വീടുള്ള ആൾക്കാരുണ്ട്. ഈ കുഞ്ഞു വീടുള്ള ഞാനിങ്ങനെയാണ് പണക്കാരനാവുന്നതെന്ന്. നിങ്ങളോട് ഞാൻ വീടില്ലാത്തവരുടെ ഒരവസ്ഥ പറയാം. വീടില്ലാത്ത ഒരാൾ, അയാൾ ജോലി കണ്ടെത്തുന്നു, അതിൽ നിന്ന് മിച്ചം പിടിച്ചിട്ട് ഒരു വീടിന് ഡൗൺ പേയ്മെൻറ്റ് കൊടുക്കാനുള്ള ഒരു തുക ഉണ്ടാക്കുന്നു. അങ്ങനെ അയാൾ ഒരു വീട് വെക്കുന്നു, അല്ലെങ്കിൽ ഒരു വീട് വാങ്ങുന്നു. അപ്പോൾ അയാൾ ഈ വീട് വാങ്ങാനായിട്ട് വലിയൊരു തുകയായിരിക്കും ഹൗസിംഗ് ലോൺ എടുത്തിട്ടുണ്ടാവുക. ഈ തുക അയാൾ 20 വർഷം കൊണ്ടോ 25 വർഷം കൊണ്ടോ ആയിരിക്കും തിരിച്ചടയ്ക്കുന്നത്. അപ്പോൾ ഒരാൾ ജോലിക്ക് കയറി ഉടനെ അയാൾക്കൊരു വീട് വാങ്ങാൻ പറ്റില്ല. അയാൾക്ക് ഡൗൺ പേയ്മെൻറ്റ് അടയ്ക്കാനുള്ള പണമെങ്കിലും എവിടെന്നെങ്കിലും ഉണ്ടാക്കേണ്ടി വരും. അപ്പോൾ അതിനൊരു 5-6 വർഷം അയാൾ ജോലി ചെയ്യേണ്ടി വരും. അതിനുശേഷമാണ് ഈ ഒരു 25 വർഷത്തേക്ക് അയാൾ ഈ ഹൗസിംഗ് ലോൺ എടുക്കുന്നത്. അപ്പോൾ ഇനിയുള്ള അയാളുടെ ജീവിതം മുഴുവൻ ഈ ഹൗസിംഗ് ലോൺ അടച്ചു തീർക്കാൻ വേണ്ടിയാണ് അയാൾ പണിക്ക് പോകുന്നത്. അപ്പോൾ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരാളുടെ ജീവിതത്തിലെ അയാളുടെ നല്ല പ്രായത്തിലുള്ള നല്ല ഒരു 25 വർഷം അയാളുടെ ഈ ഒരു ഹൗസിംഗ് ലോണിൻ്റെ കടം വീട്ടാൻ വേണ്ടി തന്നെ ജോലി ചെയ്യണം. അയാളുടെ വരുമാനത്തിലെ 50% 40% തന്നെ ഈ ഒരു ഹോം ലോണിൻ്റെ EMI അടയ്ക്കാനായിട്ട് കൊടുക്കേണ്ടി വരുന്നൊരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. ബാക്കി പണം വെച്ചിട്ട് അയാൾക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. അയാളുടെ ജീവിതത്തിൽ ഈ പറഞ്ഞ ഇൻവെസ്റ്റ്മെൻറ്റ് ആണെങ്കിലും സേവിങ്സ് ആണെങ്കിലും ഈ ജീവിതത്തിൽ എൻ്റർടൈൻമെൻറ്റ്സ് ആണെങ്കിലും ബാക്കി തുക വെച്ചേ അയാൾക്ക് പറ്റുള്ളൂ. പക്ഷേ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വീടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നമില്ല. ഈ ഒരു 20-25 വർഷം നിങ്ങൾക്ക് ഈ ഹൗസിംഗ് ലോണ് അടയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ വരുമാനത്തിൻ്റെ വലിയൊരു ഭാഗം ചിലവാക്കേണ്ടി വരുന്നില്ല. അത് വലിയൊരു അനുഗ്രഹമല്ലേ? അപ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ സ്വന്തം വീട്ടിലിരിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുകയാണ് എൻ്റെ കയ്യിൽ പണമില്ല, ഞാനൊരു പാവപ്പെട്ടവനാണ്, അങ്ങനെ നിങ്ങൾക്ക് നിരാശ തോന്നുന്ന സമയത്ത് നേരെ വീട്ടിൻ്റെ പുറത്തേക്ക് ഇറങ്ങുക. എന്നിട്ട് വീട്ടിലേക്കൊന്ന് നോക്കുക. ആ വീട് നിങ്ങളുടെയാണ്. അതായത് നിങ്ങൾക്ക് ആ വീട് നിങ്ങളുടെ സ്വന്തമാണ്. ഇങ്ങനെ വീട് ഇല്ലാത്ത, ഇതുപോലൊരു വീട് സ്വന്തമാക്കാനായിട്ട് ഒരുപാട് പേര് അവരുടെ ജീവിതത്തിൽ 20, 25, 30 വർഷത്തെ അധ്വാനം ഇതുപോലൊരു വീടിന് വേണ്ടി ചിലവാക്കുകയാണ്. ആ സമയത്താണ് നിങ്ങൾക്ക് ഇതുപോലൊരു വീടുള്ളത്. അപ്പം നിങ്ങൾക്ക് സ്വന്തമായിട്ട് പാരമ്പര്യമായിട്ട് നിങ്ങൾക്കൊരു വീട് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പണക്കാരനാണ്. ഈ 10 കാര്യങ്ങൾ പലതും നിങ്ങളുടെ ജീവിതത്തിലും ഉണ്ടാവും. അപ്പോൾ നമ്മൾ നിരാശനാവേണ്ട, നമ്മൾ പാവപ്പെട്ടവനാണെന്നൊന്നും ചിന്തിക്കേണ്ട. ഈ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പാവപ്പെട്ടവനല്ല, നിങ്ങൾ പണക്കാരനാണ്. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, പരമാവധി ആളുകൾക്ക് ഷെയർ ചെയ്യുക. അവർക്കും ഈ ഒരു പോസിറ്റീവ് ഫീൽ ഉണ്ടായിക്കോട്ടെ. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചാനലിലെ മറ്റ് വീഡിയോസ് കണ്ടുനോക്കുക. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് ഇൻഫർമേഷൻസ് ആ വീഡിയോസിൽ നിന്ന് കിട്ടും. സോ അടുത്ത എപ്പിസോഡിൽ നമുക്ക് മറ്റൊരു ടോപ്പിക്കുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.